ഉടമസ്ഥനെ വില നൽകിയ എൻ യജമാനനെ എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ. ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ. ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ, ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ. എന്നേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. പത്രോസിനെ പോൽ തള്ളിപ്പറഞ്ഞവൻ ഞാൻ, യോനായെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ. പത്രോസിനെ പോൽ തള്ളിപ്പറഞ്ഞവൻ ഞാൻ, യോനായെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ. ഏലിയാവെ പോൽ വാടി തളർന്നവൻ ഞാൻ, ഏലിയാവെ പോൽ വാടി തളർന്നവൻ ഞാൻ. എന്നേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദുഃഖ വെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ, ദുഃഖത്തിൻ്റെ വെള്ളിയാഴ്ച നല്ല വെള്ളിയാഴ്ചയായി മാറി. കാരണം മനുഷ്യ ജാതിക്ക് വേണ്ടി, മനുഷ്യവംശത്തിന് വേണ്ടി നിത്യനായ ദൈവം
സ്വർഗം ചായിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനോടുകൂടെ നടന്ന് മനുഷ്യനോടുകൂടെ ഭക്ഷിച്ച് മനുഷ്യനോടുകൂടെ സഞ്ചരിച്ച് മനുഷ്യനെപ്പോലെ ജീവിച്ച് ആരും ഒരിക്കലും മരിച്ചിട്ടില്ലാത്ത വിധം ക്രൂശിക്കപ്പെട്ട ദിവസം, അതാണ് ദുഃഖ വെള്ളിയാഴ്ച. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിമേൽ കയറിയ കർത്താവായ യേശുക്രിസ്തു, ആരെയും ഒരിക്കലും വിസ്തരിച്ചിട്ടില്ലാത്ത വിധം വിസ്തരിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു, ആരെയും ഒരിക്കലും ശിക്ഷയ്ക്ക് വിധിച്ചിട്ടില്ലാത്തതുപോലെ വിധിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു, ആരും ഒരിക്കലും മരിച്ചിട്ടില്ലാത്തതുപോലെ മരിച്ച അത്ഭുതങ്ങളുടെ ദിവസം, അതാണ് നല്ല വെള്ളിയാഴ്ച, അതാണ് ദുഃഖ വെള്ളിയാഴ്ച. ഏവരും ദുഃഖിച്ചു, സിയോൻ പുത്രിമാർ ദുഃഖിച്ചു, നിക്കോദീമോസ് ദുഃഖിച്ചു, എരുമേൽക്കാരൻ യൗസേപ്പ് ദുഃഖിച്ചു, മഗ്ദല മറിയാം ദുഃഖിച്ചു, അപ്പോസ്തലനായ യോഹന്നാൻ ദുഃഖിച്ചു. അപ്പോസ്തലന്മാർ ഓടിമാറിയവരും ദുഃഖത്തോടുകൂടിയാണ് ഓടിമാറിയത്. ദൈവത്തിന് സ്തോത്രം. ഏവരും ദുഃഖിക്കുന്ന ദിവസം ഏവരുടെയും നല്ല ദിവസമായി മാറി. ദുഃഖ വെള്ളിയാഴ്ച, നല്ല വെള്ളിയാഴ്ച. ദൈവത്തിന് സ്തോത്രം. ദുഃഖ വെള്ളിയാഴ്ച കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിൻ്റെ മഹത്വകരമായ അനുസ്മരണത്തിൻ്റെയും ആരാധനയുടെയും ദിവസമാണ്. മഹത്വത്തിൻ്റെ ഉടയവൻ പാപിയായ മനുഷ്യൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന അത്ഭുതമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവവതാരം. മഹത്വമേറിയ മാലാഖമാരുടെ സാന്നിധ്യം വിട്ട് കേവലം ഒരു മനുഷ്യനെപ്പോലെ ഭൂമിയിലേക്ക് തിരുവവതാരം ചെയ്ത് മനുഷ്യന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ദൈവപുത്രൻ, അതാണ് കർത്താവായ യേശുക്രിസ്തു. പിതാക്കന്മാർ പാടി, ക്രോബേ മാലാഖമാർ നിൽക്കുന്ന മഹത്വത്തിൻ്റെ സന്നിധാനം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആദാമിൻ്റെ മക്കളായ മനുഷ്യരെ മരണത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിൽ നിന്ന് വിടർത്തുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്. ലോകചരിത്രത്തിലെ ഒരു അത്ഭുതമായിരുന്നു പീലാത്തോസിൻ്റെ വിധി. ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ എന്ന് പറഞ്ഞ ഒരു വിധി. കുറ്റമില്ലാത്തവനെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുന്ന ആ ഒരു ജഡ്ജിയുടെ വിധിന്യായം, അതൊരു വിരോധാഭാസം തന്നെയല്ലേ? കുറ്റമില്ലാത്തവനെ ഇതിൻ്റെ ക്രൂശിക്കണം, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങളിവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. ചരിത്രത്തിൻ്റെ നെറുകയിൽ, കാലത്തിൻ്റെ ഒത്ത മധ്യത്തിൽ നിത്യനായ ദൈവപുത്രൻ ക്രൂശിന്മേൽ കിടന്ന് പിടയുന്നത് ഇന്നും മനുഷ്യൻ്റെ സ്നേഹത്തിനും ജീവനും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും അവൻ്റെ ഉദ്ധാരണത്തിനും അവൻ്റെ പുരോഗതിക്കും അവൻ്റെ ഉത്കർഷത്തിനുമെല്ലാം നിദാനമായി ലോകചരിത്രത്തിലെ ഒരു മഹാത്ഭുതം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണത്തിൽ മുഴുവൻ സമയവും സാക്ഷിയായി നിൽക്കുകയും യേശുവിനെ ക്രൂശിക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്ത ശതാധിപൻ, ചരിത്രം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മാർസലസ് എന്നാണ്. മാർസലസ് ഗാലിയോ. ആ ശതാധിപനും ദുഃഖിച്ചു. ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവപുത്രനായിരുന്നു സത്യമെന്നാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചറിവുണ്ടാകുന്നത്. കൊലയ്ക്ക് കൊടുത്തതിന് ശേഷമാണ് തിരിച്ചറിവുണ്ടാകുന്നത്. കൊലപ്പെടുത്തിയതിന് ശേഷമാണ് തിരിച്ചറിവുണ്ടാകുന്നത്. സമയം കഴിഞ്ഞുള്ള ഒരു തിരിച്ചറിവ്, ലേറ്റ് റിയലൈസേഷൻ. ഒരുപക്ഷേ ഈ ദുഃഖ വെള്ളിയാഴ്ചയിലത്തെ ആരാധനകളിലും പ്രാർത്ഥനകളിലും അനേകം പേരുടെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപം കൊണ്ടാണ്
കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്നുള്ള ചിന്ത ചിലരുടെയെല്ലാം മനസ്സിൽ ഉളവാകുകയും തന്മൂലമുള്ള അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളും ഇവൻ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് പരമസത്യം തിരിച്ചറിയുകയും ഒരുപക്ഷേ വൈകിട്ടാണെങ്കിലും ഇപ്പോഴെങ്കിലും തിരിച്ചറിയുകയും ഇപ്പോഴെങ്കിലും അനുഭവിക്കുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതം ഭാസുരമാകും. യേശു ക്രിസ്തു കയറിപ്പോയ സ്വർഗത്തിലേക്ക് അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അനുദപിച്ച കള്ളൻ മാനസാന്തരപ്പെട്ട് ഇന്ന് ഇവൻ പ്രതീസിൽ എന്നോടുകൂടെ ഇരിക്കുമെന്ന് കർത്താവ് പറയത്തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ കൂടെ പോകത്തക്കവണ്ണം ഒരുങ്ങിയ ആ കള്ളനെ പോലെ നമുക്കും വൈകിയാണെങ്കിലും ഒരു റിയലൈസേഷൻ ലഭിച്ചാൽ നന്നായിരുന്നു. എൻ്റെ പാപത്തിന് ശിക്ഷ യേശുക്രിസ്തു വഹിച്ചു എന്നുള്ള വിശ്വാസവും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ തിന്മകളും ദുഷ്ടതകളും ക്രൗര്യങ്ങളും എല്ലാം യേശു ക്രൂശിൽ ഏറ്റെടുത്തു എന്നുള്ള വിശ്വാസത്തോടെ യേശുവിനായി ജീവിതം അർപ്പിക്കുവാനെന്ന് സാധിച്ചാൽ മഹാഭാഗ്യമായിരിക്കും. എങ്കിൽ ഇത് നല്ല വെള്ളിയാഴ്ച തന്നെയായിരിക്കും. അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നത് പോലെ ഒരു ചടങ്ങായി ദുഃഖവെള്ളിയാഴ്ചത്തെ ശുശ്രൂഷകളും തീരും എന്നുള്ളതിന് സംശയമില്ല. കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ക്രൂശിന്മേൽ കിടക്കുമ്പോൾ ക്രൂശിൻ്റെ ചുവട്ടടിയിൽ പടയാളികൾ കൂടിയിരുന്ന് ആ വേദനയിലൊന്നും അവർക്കൊരു പ്രത്യേകതയുമില്ലാതെ അവർ കർത്താവിൻ്റെ അങ്കിക്കായി ചീട്ടിടുന്ന രംഗം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാം, കർത്താവിൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നുവെന്ന്. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽതൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവർത്തി വന്നു. പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, 4 പടയാളികളും പടയാളികളുടെ നായകനായി ഒരു ശതാധിപനോടെ ഉണ്ടായിരുന്നു. പടയാളികൾ കർത്താവിൻ്റെ വസ്ത്രം എടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ അങ്കി എടുത്തപ്പോൾ ആ അങ്കി മേൽ തൊട്ട് അടിയോളം തുന്നൽ ഇല്ലാതെ മുഴുവനും നെയ്തതായിരുന്നു. ആ അങ്കി ഇത് കീറരുത്, ആർക്ക് വരും എന്ന് ചീട്ടിടുക എന്നവർ തമ്മിൽ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ പടയാളികൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അങ്കിക്കായി ചീട്ടിടുമ്പോൾ യേശു കുരിശിൽ കിടന്ന് പിടയുകയാണ്. കുരിശിൽ കിടന്ന് അതിവേദനയോടെ നിലവിളിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതിനത് എന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് നീ എന്നോടുകൂടി പർദീസിൽ ഇരിക്കുമെന്ന് അനുദപിച്ച കള്ളനോട് കർത്താവ് സംസാരിക്കുകയായിരുന്നു. സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മാതാവ് എന്ന് പ്രിയപ്പെട്ട അമ്മയെയും പ്രിയപ്പെട്ട ശിഷ്യനെയും പരസ്പരം ഫലമേൽപ്പിക്കുകയായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിച്ചുകൊണ്ട് കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ കർത്താവ് തീവ്രമായ ദുഃഖത്തോടെ കരയുകയായിരുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് ദാഹാർത്തനായി കീഴുകയായിരുന്നു. അവർ ചീട്ടിടുമ്പോൾ ഇതൊന്നും അറിയാതെയും ഒന്നും നോക്കാതെയും ഇതൊന്നും വിഷയമാകാതെയും വേദനയിൽ എന്താണ് വേദനയെന്നോ ക്രൂസിലെ വേദനയും ത്യാഗവും എന്താണെന്ന് മനസ്സിലാക്കാതെ അവർ
ക്രൂശിൻ്റെ ചുവട്ടടിയിൽ ഇരുന്നു കൊണ്ട് ചീട്ടിടുന്ന സമയത്ത് കർത്താവ് നിവൃത്തിയായി എന്ന് പറഞ്ഞ് ദീർഘശ്വാസം വിടുകയായിരുന്നു. ചീട്ടിട്ടുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തല ചായ്ച്ച് പ്രാണനെ വിടുന്നു. പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിത കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു. നാം ഓരോരുത്തരും ഭൗതികമായ അനേകം കാര്യങ്ങൾ നമ്മുടെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു. എന്താണ് ക്രൂശെന്നോ ക്രൂശിൻ്റെ അർത്ഥം എന്തെന്നോ, ദുഃഖവെള്ളിയാഴ്ച നടക്കുന്നത് എന്തെന്നോ നടന്നത് എന്തെന്നോ ഒന്നും ചിന്തിക്കാതെ നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ മുഴുകി നമുക്കെന്ത് ലാഭം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് സ്വാർത്ഥ ലാഭമോഹികളായി നാമും ജീവിക്കുകയാണ്. അല്പം ക്ലേശകരമായൊരു കാര്യമാണിത്, വേദനാഭരിതമായൊരു കാര്യമാണിത്. നമുക്ക് ജീവിതം വേണം, ശരി. നമുക്ക് ഇനിയും ജീവിക്കണം, സത്യം. നമുക്ക് സന്തോഷിക്കണം, തീർച്ചയായും വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം, ആവശ്യമാണ്. ഒരു നല്ല കുടുംബം കെട്ടിപ്പടുക്കണം, ഉണ്ട്. അതെല്ലാം ആവശ്യങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളതായ ക്ലേശങ്ങളും ഭാരങ്ങളും ആകുലങ്ങളും പേറി നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ പല പല ഭാഗങ്ങളിലേക്കും മാത്രം ചിന്തിച്ച് നമുക്ക് കഴിയുകയാണ്. ക്രൂശിലെ വേദന ഒന്നും അറിയുന്നില്ല. ക്രൂശിലെ വേദന നമുക്കൊരു വിഷയമല്ല. ആണ്ടോടാണ്ട് വരുന്ന ദുഃഖവെള്ളിയാഴ്ചയും ആണ്ടോടാണ്ട് വരുന്നതായ കഷ്ടാനുഭവാഴ്ചയും എല്ലാം ആചാരങ്ങളായി, അനുഷ്ഠാനങ്ങളായി, പ്രാർത്ഥനകളായി, ഉരുവിടലുകളായി എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. ദേവാലയങ്ങൾ തോറും ആരാധനകൾ, ദേവാലയങ്ങൾ തോറും പ്രാർത്ഥനകൾ, ഭവനങ്ങളിൽ പ്രാർത്ഥനകൾ, പ്രത്യേക പ്രാർത്ഥനകൾ, കഷ്ടാനുഭവാഴ്ചയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, ഇതെല്ലാം നമുക്കുമുണ്ട്. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, നാം അതിൽ സജീവ പങ്കാളികളല്ല. എന്താണ് കുരിശ്? കുരിശിൻ്റെ അർത്ഥം എന്താണ്? കുരിശ് എന്തിനു വേണ്ടിയാണ്? ക്രൂശത്തെ ആഗമനത്തിൻ്റെ ഫലം എന്താണ്? എന്താണ് ഇതിൻ്റെ എല്ലാം പരിസമാപ്തി? ഇതൊന്നും ചിന്താവിഷയമാകാതെ, നിത്യതയെക്കുറിച്ച് ചിന്തിക്കാതെ, നിത്യജീവനെക്കുറിച്ച് ആലോചിക്കാതെ ഓരോ മനുഷ്യരും അവരുടെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ദയനീയമായ കാഴ്ച, ഭയാനകമായ കാഴ്ച, വേദനാഭരിതമായ കാഴ്ച. സഹോദരങ്ങളെ, ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലും ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾ വാസ്തവത്തിൽ കുരിശ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ക്രൂശിതൻ്റെ സ്നേഹം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയാമെന്നാണ് നിങ്ങൾ പലരും ചിന്തിക്കുന്നത്. ഞാൻ പ്രാർത്ഥനകൾ ഉരുവിടുന്നുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. ആ ക്രൂശിലെ സ്നേഹം അറിഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പാടുന്നത്, ഞാൻ ഗാനങ്ങൾ ഉരുവിടുന്നതെല്ലാമാണല്ലോ എന്ന് ചിന്തിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ശരിയാണ്. എങ്കിലും സാക്ഷാത്തായ കുരിശിൻ്റെ സജീവമായ അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വെള്ളിയാഴ്ചയിലത്തെ പ്രമ്യൂനുകളും സദറകളും ഗാനങ്ങളും ഗീതങ്ങളും ഓരോ പ്രാർത്ഥനകളും ഉരുവിടുമ്പോൾ നമ്മുടെ ഹൃദയം ഒരുപക്ഷെ അപ്പോൾ തേങ്ങുന്നുണ്ട്, അപ്പോൾ നാമും ഒരുപക്ഷെ വിതുമ്പുന്നുണ്ട്. എന്നാൽ അതിന് സജീവമായ അനുഭവത്തിലേക്ക്, അതിൻ്റെ ശാശ്വതമായ അനുഭവത്തിലേക്ക് നാം വരുന്നുണ്ടോ എന്നാണ് നാം ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ആ പടയാളികൾ അവർ ചീട്ടിട്ടു. യേശുക്രിസ്തുവിൻ്റെ അങ്കി അവർ ഓരോരുത്തരും ചീട്ടിട്ട് ആർക്ക് വരുമെന്ന് നോക്കി. ആ അങ്കിക്ക് ചീട്ടിട്ടു. അത് കയറുവാനിടയാവുന്നില്ല, അത് പങ്കിടുവാൻ സംഗതിയായില്ല. അവർ ചീട്ടിട്ടു, അത് ഒരാൾക്ക് കിട്ടി. സാഹിത്യകാരന്മാർ പറയുന്നത്, ഐതിഹ്യം പറയുന്നത് അത് ശതാധിപനാണ് കിട്ടിയതെന്നാണ്. മാഴ്സലസിന് അത് കിട്ടി. അതിനെ ആസ്പദീകരിച്ചാണ് ലോർഡ് സി ഡഗ്ലസ് മനോഹരമായ ഒരു നോവൽ എഴുതിയത്, ദ റോബ്, മേലങ്കി എന്ന നോവൽ. മേലങ്കി എന്ന നോവലിൽ പറയുന്നു, മാഴ്സലസ് ആ മേലങ്കി എടുത്ത് അദ്ദേഹം കൊണ്ടുപോയി. എന്നാൽ അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്ന ഡെമിട്രിയസ് അത് മോഷ്ടിച്ചു കൊണ്ടുപോയി. ഈ മേലങ്കി അത് ഡെമിട്രിയസ് മോഷ്ടിച്ചു കൊണ്ടുപോയതിന് ശേഷം മാഴ്സലസ് ആ മേലങ്കി അന്വേഷിച്ച് അലഞ്ഞു നടന്നു. ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്നു. മേലങ്കി എവിടെ, മേലങ്കി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അലഞ്ഞു നടന്നതായിട്ടാണ് ലോർഡ് സി ഡഗ്ലസ് ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത്.
അലഞ്ഞലഞ്ഞ് നടന്നു. ഒടുവിൽ നടന്ന് മാഴ്സലസ് കാനായിലെത്തി. ഗലീലയിലെ കാനായിലെത്തി. അവിടെ ചെന്നപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. ആളുടെ പേര് ജസ്റ്റസ് എന്നാണ്. ജസ്റ്റസുമായിട്ട് സംസാരിച്ചു. ജസ്റ്റസ് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച ആ യേശു ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ ക്രൂശിൽ തറച്ച് കൊന്ന ആ യേശു ജീവിച്ചിരിപ്പുണ്ട്. യേശു ജീവിക്കുന്നുണ്ട്. മാർസലസിന് മനസ്സിലായില്ല. പറഞ്ഞു, ജസ്റ്റസ് പറഞ്ഞു, നിങ്ങൾ ക്രൂശിൽ തറച്ച യേശുക്രിസ്തു ഇല്ലേ, ആ യേശുക്രിസ്തു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഞങ്ങൾ അതിന് സാക്ഷികളാണ്. ഞങ്ങൾ അതിൻ്റെ അനുഭോക്താക്കളാണ്. ക്രിസ്തു ജീവിച്ചിരിക്കുന്നതിൻ്റെ ഭാഗ്യാനുഭവം പ്രാപിച്ചവരാണ് ഞങ്ങൾ. മാർസലസിന് മനസ്സിലായില്ല. ജസ്റ്റസ് മനസ്സിലാക്കി കൊടുത്തു. വർഷങ്ങൾക്ക് മുൻപ് യേശു പരസ്യശുശ്രൂഷ ചെയ്തപ്പോൾ ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടില്ലേ, ആ അങ്കിയുടെ വിളിമ്പിൽ തൊട്ടില്ലേ, ആ അങ്കിയാണ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്. ആ സ്ത്രീ ആ അങ്കി തൊട്ടു എന്നുള്ളത് കൊണ്ടല്ല, ആ അങ്കിക്കുള്ളിലുള്ള ക്രിസ്തുവിനെ തൊട്ടു എന്നുള്ളതാണ് വാസ്തവത്തിൽ നടന്നത്. അങ്കിയിലാണ് തൊട്ടത്, മേലങ്കിയിലാണ് തൊട്ടത്, മേലങ്കിയുടെ ആ തൊങ്ങലിലാണ് തൊട്ടത്, മേലങ്കിയുടെ വിളിമ്പിലാണ് തൊട്ടത്. പക്ഷേ അവൾ തൊട്ടത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തെയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് മേലങ്കി ചുറ്റും ആഘോഷത്തോടെ ആർപ്പിടുന്ന ആളുകളുണ്ട്. ഇന്ന് മേലങ്കിയുടെ മഹത്വം വർണ്ണിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് കർത്താവിൻ്റെ തിരുശേഷിപ്പുകളിലേക്ക് ആശയോടെ ചെന്നണയുന്ന തീർത്ഥാടകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഗോകുൽത്താമല കയറുകയും കാൽവരുക്കൊന്നിലെത്തുകയും ചെയ്യുന്ന തീർത്ഥാടക സംഘങ്ങളുണ്ട്. യെരൂശലേം തീർത്ഥയാത്ര ചെയ്യുന്നവർ, ദൈവത്തിന് സ്തോത്രം, വിദേശയാത്രകളിൽ യെരൂശലേം പ്രധാനപ്പെട്ട സ്ഥലമായി കാണുന്നവർ എല്ലാം ഇന്ന് ധാരാളമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യെരൂശലേമിൽ പോയി എന്നുള്ളത് കൊണ്ടോ, ക്ഷമിക്കണം, നിങ്ങൾക്ക് പോകാൻ രൂപയുണ്ടെങ്കിൽ പൊയ്ക്കുള്ളൂ. നിങ്ങൾ യെരൂശലേമിൽ പോയി എന്നുള്ളത് കൊണ്ടോ, നിങ്ങൾ ലാസറിൻ്റെ കല്ലറ കണ്ടു എന്നുള്ളത് കൊണ്ടോ, ഉയർത്തെഴുന്നേറ്റ് ലാസറിൻ്റെ കല്ലറയിൽ നിങ്ങൾ ചെന്ന് ആ കല്ലറ മുമ്പിൽ ഉണങ്ങി എന്നുള്ളത് കൊണ്ടോ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാൽവറിക്കൊന്ന് കയറി എന്നുള്ളത് കൊണ്ടോ, യേശു ക്രിസ്തു ആ വെള്ളം വീഞ്ഞാക്കിയ കാനായിൽ നിങ്ങൾ ചെന്നു എന്നുള്ളത് കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുകയില്ല. എന്നാൽ നിങ്ങൾ യേശുവിനെ തൊട്ടറിയണം. അത് നിങ്ങൾ അവിടം വരെ യാത്ര ചെയ്യണമെന്നില്ല. മേലങ്കി എവിടെയുണ്ടോ ആ മേലങ്കിയിൽ ചെന്ന് നിങ്ങൾ ചുംബിക്കണമെന്നില്ല. ആ മേലങ്കിയുടെ ഉള്ളിൽ വിതുമ്പുന്നൊരു ഹൃദയമുണ്ട്. ആ മേലങ്കിയുടെ ഉള്ളിൽ തിരുശരീരമുണ്ട്. ആ ശരീരം ക്രൂശിൽപ്പെടുന്ന ശരീരമാണ്. ആ തിരുശരീരത്തിൽ ആന്തരികമായി ആത്മാവിൽ തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യശാലികളായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവരാണ് നിത്യജീവൻ്റെ അവകാശം പ്രാപിക്കുന്നവർ. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ, ഈ ദിവസം കഷ്ടാനുഭവ ആഴ്ചയിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തവർ, ദുഃഖവെള്ളിയാഴ്ച ആരാധനയിൽ പങ്കെടുത്തവർ, പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരോടും ഞാൻ വിനയപൂർവ്വം അറിയിക്കട്ടെ, നിങ്ങളിന്ന് യേശുവിനെ തൊടണം. നിങ്ങളിന്ന് യേശുവിൻ്റെ ഹൃദയത്തെ തൊടണം. നിങ്ങളിന്ന് യേശുവിൻ്റെ പാദപീഠത്തിൽ അടയണം. നിങ്ങളുടെ ഹൃദയം യേശുവെങ്കിൽ അർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം നിങ്ങൾ തുറക്കണം. കർത്താവേ, കല്ലറ പോലെ ഏറ്റവും ഹീനമായ മ്ലേച്ഛമായ ഒന്നത്രേ എൻ്റെ ഈ ഹൃദയം. എൻ്റെ ഹൃദയം ഒരു കല്ലറ പോലെയാണ്. ഈ ഹൃദയത്തിൽ ദുർവികാരങ്ങളുണ്ട്, ദുർവിചാരങ്ങളുണ്ട്. കർത്താവേ, മലിനമായ മോഹങ്ങളുണ്ട്. എൻ്റെ ഹൃദയത്തിൽ തിന്മയുണ്ട്, ദുഷ്ടതയുണ്ട്, ക്രൂരതയുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വഞ്ചനയുണ്ട്, ചതിവുണ്ട്, അസത്യമുണ്ട്, അധാർമികത്വമുണ്ട്. എൻ്റെ കർത്താവേ, അസാൻമാർഗികത്വമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ നന്മയുടെ കണികയില്ല. ഞാൻ ഉണ്ട് എന്ന് ധരിച്ചിരുന്നു. പ്രാർത്ഥനകൾ ചൊല്ലുകയും നോമ്പനുഷ്ഠിക്കുകയും കർത്താവെ കഷ്ടാനുഭവ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നാഥ, ഇന്ന് എൻ്റെ ഹൃദയം ഇന്നും മലിനമായിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ഇന്നും തിന്മയുണ്ട്. തിന്മയുള്ള ഈ ഹൃദയത്തോടുകൂടെ എനിക്ക് എൻ്റെ യേശുവിൻ്റെ പരിശുദ്ധിയുടെ രാജ്യത്തിലെത്തുവാൻ സാധിക്കുകയില്ല. ഞാനത് മനസ്സിലാക്കുന്നു. കർത്താവേ, എൻ്റെ പാപങ്ങൾ എൻ്റെ നേരെ വേലി പോലെ തടുത്തു നിൽക്കുന്നു. വേലി തടുക്കുന്നത് പോലെ എനിക്ക് ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധത്തിൽ എൻ്റെ പാപങ്ങൾ എന്നെ തടുത്തു നിൽക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ ഭയന്നു പോകുന്നതാണ് പിതാക്കന്മാർ പാടിയത്. പരിശുദ്ധിയുടെ സ്വർഗീയ സ്ഥാനത്തെത്തുവാൻ എനിക്ക് സാധ്യമല്ലാത്ത വിധത്തിൽ എൻ്റെ പാപങ്ങൾ എനിക്ക് നേരെ വേലി പോലെ തടുത്തു നിൽക്കുന്നു, വേലി പോലെ രോധിക്കുന്നു.
വേലി പോലെ തടുത്തു നിൽക്കുന്നു. എൻ്റെ കർത്താവേ, എനിക്കെതിരെ നിൽക്കുന്ന ഈ പാപം മാറിയല്ലാതെ എനിക്ക് ശാശ്വതമായ രാജ്യത്തിലെത്തുവാൻ സാധിക്കുകയില്ല. രക്ഷകനായ മിശിഹാ തമ്പുരാനെ, പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടും ഉദ്യാനത്തിൽ ഞാൻ പ്രവേശിക്കണമെങ്കിൽ എൻ്റെ പാപം എന്നിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു. നാഥ, എനിക്കത് മനസ്സിലായി. ഇന്ന് ഞാൻ എൻ്റെ പാപത്തെ ഓർത്ത് അനുദപിക്കുന്നു. എൻ്റെ പാപത്തോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ പാവ ഹൃദയത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. നാഥ, ഹൃദയത്തിന് വേണ്ടി ഞാൻ കൊതിക്കുന്നു. എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. പിതാക്കന്മാർ സമർപ്പിച്ചു. വിശുദ്ധിയുടെ ആരാധന, സ്നേഹത്തിൻ്റെ ആരാധന, സന്തോഷത്തിൻ്റെ ആരാധന, വിശ്വാസത്തിൻ്റെ ആരാധന. കർത്താവേ, നാഥ, ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ ഞാൻ നേടിയെടുക്കുന്നത് ആ സ്തുതിയുടെ ആരാധനയാണ്. കർത്താവേ, ഈ പീഡാനുഭവമായതും കൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടം, എൻ്റെ കർത്താവേ, എൻ്റെ പാപങ്ങളുടെ മോചനമാണ്. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷകനെ കണ്ടെത്തി എന്നുള്ള മഹാസൗഭാഗ്യമാണ്. ഉടയവനെ, ഇന്ന് ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നമുക്കൊന്ന് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ മഹത്വമേറിയ സുദിനത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാം. ക്രൂശിക്കപ്പെട്ടവൻ്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ നാം അർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ക്രൂശിതൻ്റെ പാദപീഠത്തിൽ, ആ മുറിഞ്ഞ പാദത്തിൽ നമുക്ക് ഒന്ന് വീഴാം, ഒന്ന് താഴാം, ഒന്ന് ആ പാദം ചുംബിക്കാം. ആ പാദം ചുംബിച്ചുകൊണ്ട്, അവൻ്റെ പാദം മൊത്തിക്കൊണ്ട് നമുക്ക് അവനെ ഒന്ന് സ്തുതിക്കാം. നാഥ, എൻ്റെ പാപങ്ങളെല്ലാം കഴുകുവാൻ ക്രൂശിൽ വെച്ച രക്ഷക, എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി തിരക്തം ചിന്തിയ രക്ഷക, പരിശുദ്ധ രക്തം ചിന്തിയ രക്ഷക, നിൻ്റെ പാദപീഠത്തിലേക്ക് ഞാനിതാ വരുന്നു. എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നീ എന്നെ കൈക്കൊള്ളണമേ, നീ എന്നെ സ്വീകരിക്കണമേ. എൻ്റെ പാപം നിറഞ്ഞ ജീവിതം നീ മാറ്റിത്തരണമേ. നാഥ, ഇന്നു മുതൽ ഞാൻ വിശുദ്ധിയുള്ള ഒരു മനുഷ്യനായി ഞാൻ ജീവിക്കും. വിശുദ്ധിയുള്ള ഒരാളായി ഞാൻ ജീവിക്കും. കർത്താവേ, ഇന്നു മുതൽ ഞാനൊരു വിശുദ്ധനായി ജീവിക്കും. നമുക്ക് സമർപ്പിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വമേറിയ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ക്രൂസിൻ്റെ അർത്ഥം അനുഭവിക്കാൻ തരുന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ക്രൂസിന് ശേഷമുള്ള മഹത്വത്തിൻ്റെ സ്തുതിക്കായി ഞങ്ങൾ ഒരുക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ, അവിടുത്തെ രണ്ടാമത്തവന് വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.